തറവാട്ടിലാണ് കേട്ടോ. ഒരു കറി ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് പൂതിപ്പെട്ട് നിൽക്കിയത്. അപ്പം അതിന് നാളികേരം വേണം. നമ്മളെ തറവാട്ടിലേക്ക് കയറി പോന്നാണ് കേട്ടോ. അപ്പോൾ 2 ദിവസമായിട്ട് അമ്മ ഉണ്ടായിരുന്നില്ല. അമ്മേനെ ഒന്ന് പോയി കൊണ്ടുവന്നിട്ടുണ്ട്. അമ്മേൻ്റെ വീട്ടിൽ പൂജയായിട്ടേ പോയതേന്നു. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ തന്നെ സന്തോഷമായിട്ടും പോയിട്ട് അമ്മേനെ കൂട്ടി വന്നിട്ടുണ്ട്. അപ്പം അമ്മയും കൂടി ആയി എന്ന് വിചാരിച്ചു. നമ്മളെപ്പോഴൊന്നും ഉണ്ടാക്കാത്ത കറികളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് തിന്നണം. അതൊരു രസം വേറെ തന്നെയല്ലേ. അപ്പം ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കാൻ പോവാണ്. നാളികേരം റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് പൊട്ടിച്ചൊക്കെ ഇങ്ങനെ കുലുങ്ങുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന്. വെള്ളമില്ലാത്ത നാളികേരമാണ്. ഇവിടെ മുറ്റത്ത് തെങ്ങല്ലാണ്ട്, പക്ഷെ അതുമ്മ വേണ്ട പോലെ കായൊന്നുമില്ല. എപ്പോഴെങ്കിലും ഇങ്ങനെ വെള്ളമില്ലാത്ത വീട് കിട്ടും. അപ്പോൾ ഇതിപ്പോൾ നിർത്തി ഇങ്ങനെ അരക്കും കേട്ടോ. പൊട്ടിച്ച് നോക്കുക. ഉണ്ട് അത് ഉണ്ടായിട്ട് ഇങ്ങനെ കിട്ടി. അതുകൊണ്ട് നമുക്ക് ചിരവേബ ഇരുന്നിട്ട് ചിരവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ആട്ടാൻ പാകത്തിന് ഉണങ്ങിയ നാളികേരാണ്. അമ്മീമേലിട്ടിട്ട് നല്ല ഉണക്കായതാണ്. അമ്മീമേലിട്ടിട്ട് ചതച്ച് കൊടുക്കുക, അല്ലെങ്കിൽ മിക്സിൻ്റെ ജാറിൽ അതിന് പൊടിച്ചെടുക്കട്ടെ കേട്ടോ. അതാണ് നല്ലത്. കുറച്ച് മതി. കോഴിക്കണ്ട തമ്മിൽ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. എനിക്ക് പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. അത്രയും ചെടികളുണ്ടല്ലോ അവിടെ. പിന്നെ എല്ലാതും ഉണ്ടാക്കും ചെടികളൊക്കെ. കുറേ ചെടികളുണ്ടല്ലോ അവിടെ. ഇത് പറയും ഇത് എവിടെ രസമായിട്ടുണ്ട്. ഇവിടെ കണ്ടേ ശംഖുപുഷ്പം. നാളികേരം നമുക്ക് റെഡിയായി. നമുക്ക് കറിവേപ്പില എടുക്കണം കേട്ടോ. ചെടി പോവല്ലേ ഇവിടുത്തെ. നല്ല ഭംഗിയായിരുന്നു അല്ലേ. വാഴയായിരുന്നു, ഒരു തരം വാഴ. കറിവേപ്പില മരം അതാണ് കേട്ടോ. അതൊന്ന് ചരിച്ച് പിടിച്ചെടുക്കണം. ഇത് പിടിച്ച് അതാ ഇവിടെ നിന്ന് കയറാൻ പറ്റില്ല. നടക്കാൻ പോയിട്ട് എന്താ അതിന്റെ പേര്? പിച്ചകം. ഇനി എന്താ അവിടെ? ഇതാണ് അവിടെ. ഇതൊക്കെ കുട്ടിയമ്മ തന്നു പറഞ്ഞില്ലേ. ഇതാണ് ഇതുകൊണ്ടാണ് കുട്ടിയമ്മ നമുക്ക് തന്നതേ. തെങ്ങിന്റെ കുറ്റിയും അങ്ങനെ. ഇത് തെങ്ങിന്റെ കുറ്റിയാണ് കേട്ടോ. ഇതുമ്മലാണ് കുട്ടിയമ്മ ചെടിയിൽ വെച്ചത്. അപ്പൊ അതിങ്ങനെ വിടർന്ന് അങ്ങോട്ട് തിരിഞ്ഞിക്കും. പിന്നെ ഓണം കഴിഞ്ഞാലും ഓണപ്പൂ ഇവിടെ റെഡിയാണ് കേട്ടോ. ഇവിടുന്ന് ചെടീൻ്റെ ഒരു കഷ്ണം കണ്ടാലും കൊടുന്ന് കുഴിച്ചിടും. പിന്നെ ഇത് കണ്ടാ ഇത് നമുക്ക് ഇതൊന്നും തന്നെ. ഇതും പൂവിട്ടുണ്ട് നമുക്കിപ്പോൾ. വട്ടത്തിൽ പോപ്പി ഒരു തരം പോപ്പി തന്നെയാണിത്. അതിൻ്റെ വേറെ കളറൊക്കെ ഉണ്ട്, പല കളറിലും ഉണ്ട്. കുത്തി കുടിച്ചിട്ട് നമ്മളെ ആവശ്യത്തിന് ചതുരപ്പുളി തിന്നാൻ തരില്ല വരെ. നിറയെ കായ ഉണ്ടായിട്ട് ചതുരപ്പുളി നക്ഷത്രപ്പുളി. പക്ഷെ അതെല്ലാം തത്ത വന്നിട്ട് കൊത്തി അതിൻ്റെ ഉള്ളിലത്തെ ആ കുരു മാത്രം നിന്നിട്ട് പുറമെല്ലാം കൊത്തി മുറിച്ചിട്ടൊക്കെ. ഇതിലിവിടെ സ്റ്റെപ്പ് വെച്ചാൽ മതി. ഇവിടെ നിന്നാണ് ചാടിയാൽ മതി. മറ്റേത് തല തിരിഞ്ഞ് അതിൽ അങ്ങോട്ട് പോകണം, അല്ലെങ്കിൽ ഇതിൽ എങ്ങോട്ട് പോകണം. ചേട്ടാ നമ്മളെ കിണറ് തറവാട്ടിൽ ഇത് തന്നെയാണ് വെള്ളം കുടിച്ചു തന്നത്. ഇപ്പോൾ ജലനിധി അതിൻ്റെ ശേഷം എപ്പോഴും നല്ല വെള്ളം കിണറ്റത്തെ വെള്ളം കുടിക്കാൻ പൂതിയാകുമ്പോൾ ഇവിടെ ഒന്ന് കോരി കൊണ്ടുപോകും. അല്ലെങ്കിൽ ജലനിധി വെള്ളം തന്നെ കുടിക്കുക. കറുത്തത് എവിടുന്നാണ് അത് ആയി വരുന്നുള്ളൂ. ചെറുതാണ്, വലുതുണ്ട് ഇവിടെ. ഇത് ആദ്യം ഈ കുഞ്ഞു കമ്പി മതിയെന്ന് കേട്ടോ കുത്താന്. അടിയിലുണ്ടായിരുന്നു. ഇപ്പൊ എത്തും അറിയില്ല. ഇതൊന്ന് വാങ്ങും, കയ്യിൽ നിന്ന് വീഴുവോ. പണിയാർത്തരാം. കറുമൂച്ചിക്ക.
വർത്താനം സുഖം. ശരിക്കും നമ്മള് വ്ളോഗ് ഇങ്ങനെ ഉണ്ടായത്തോണ്ടേ 3 ദിവസം 2 ദിവസം നിന്നെങ്കിൽ 3-ാം ദിവസം അന്ന് ഇതില് പറഞ്ഞിട്ടില്ല ഞങ്ങള് ഒന്നാമത് വ്ളോഗ് എടുത്തിട്ടില്ല. അപ്പൊ വീട്ടില് പ്രതിഷ്ഠാദിനേന്നു 7ാം വർഷത്തിന്റെ. അപ്പൊ അതിന് പോയി വീട്ടിൽ 2 ദിവസം നിന്ന് എല്ലാരും കൂടെ എത്തി സുഖമായിട്ട്. ഞങ്ങളുടെ ഈ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോ ഒരു സുഖല്ലേ. പിന്നെ കൊറേ കാലമായിട്ട് ഇപ്പൊ അങ്ങനെ പോവലും ഇല്ല. സുഖമില്ലാത്ത കാരണം ഞാനും പോവലില്ല. അപ്പൊ അങ്ങനെ എല്ലാവർക്കും സന്തോഷം. പോവാ. നമ്മളെ ഇന്ന് ഉണ്ടാക്കാൻ പോണത് എന്താ പറയാ, അവിയലാണ്. അവിയലിന് പൂതിയായിട്ടോ. നമുക്ക് എന്താ തൈര് പോയതാ. ആ തൈര് നിങ്ങൾ കൊടുക്കുന്നതിൽ പോയി. നമ്മൾ എപ്പോഴെങ്കിലൊക്കെ കൂട്ടുമ്പോൾ നമുക്ക് ഇതിന് ഭയങ്കര പൂതിയല്ലേ. പിന്നെ ആരെങ്കിലൊക്കെ കൂട്ടി എന്ന് പറഞ്ഞാലും ഏട്ടനെ കാണുമ്പോൾ ആഗ്രഹം കുറച്ച് കൂടുക. ആ കൂട്ടത്തിൽ പെട്ടാൽ ഞാൻ കേട്ടോ. അപ്പം അത് ഉണ്ടാക്കാതെ ഞാൻ സന്തോഷമായിട്ടോട് പറഞ്ഞപ്പോൾ ഇന്ന് വന്നപ്പോൾ അതിനുള്ള പച്ചക്കറിയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അമ്മയെ കൂട്ടി വന്നപ്പോൾ അമ്മയ്ക്ക് ഇന്നലെ അവിയലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ ഫ്രണ്ടിനും ഇന്നലെ അവിയലായിരുന്നു കേട്ടോ. അപ്പം അതൊക്കെ പാടെ അറിഞ്ഞപ്പോൾ എനിക്ക് പൂതി വന്നത്. അപ്പം ഞാൻ ഇന്നലൊക്കെ തട്ടിക്കൂട്ടി ഉണ്ടാക്കി. പക്ഷെ ഈ കറുത്ത നമ്മൾ ഉണ്ടായപ്പോൾ ഇട്ടതാണ് കേട്ടോ. പച്ച കഷ്ണം ഉണ്ടായിക്കോട്ടെ. പിന്നെ നമുക്ക് എപ്പോഴും ഇങ്ങനെ എല്ലാ പച്ചക്കറിയൊക്കെ കൂട്ടിയിട്ട് കൂട്ടണതാണ് നല്ലത് ഇല്ലേ, ഇടയ്ക്കൊക്കെ ഒന്ന്. അപ്പോൾ നമ്മൾ പച്ചക്കറി തോട്ടത്തിൽ എന്തൊക്കെയാണ് ഉണ്ടായിട്ട് ഇപ്പോൾ തക്കാളിയൊക്കെ പഴുത്തിക്കണ കണ്ടു കേട്ടോ അവിടുന്ന്. അപ്പം അതെല്ലാം ഒന്ന് പറിച്ച തക്കാളി ഇതിക്ക് ചേർക്കണില്ല, എന്നാലും നമുക്ക് പറിച്ചുകൊണ്ടിരാ. കേടൊന്നും അവിടുന്ന് പോകണ്ടല്ലോ. കയ്പ എവിടെ അമ്മ? അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് കയ്പയാണ് കേട്ടോ. അത് ഉപ്പേരി വയ്ക്കണതും സന്ധ്യച്ച് സിന്ധ്യച്ചൊക്കെ വരുമ്പോഴൊക്കെ മെല്ലെ മെല്ലെ ഇങ്ങോട്ട് കൊണ്ടുവരിക കയ്പങ്ങയാണ് കേട്ടോ. അമ്മയ്ക്ക് ഉപ്പേരി വയ്ക്കണത് വെറുതെ ഉപ്പിട്ട് പൊരിഞ്ഞാലും ഇഷ്ടം. അപ്പൊ അത് ഇതുമ്മ ഉണ്ടായിണ്ട്. കവറിൽ കെട്ടിയൊക്കെ വെച്ചേക്ക്. പ്രാണി തട്ടാതൊക്കെയാണ്. ഞാൻ കെട്ടിച്ചാണ്. അതാണ് കൊണ്ട് ചാടണ്ടല്ലോ അമ്മ. ഇപ്പുറത്തുണ്ടായിരുന്നു മേലേക്കതാ അതാ അപ്പുറത്തൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഞാനിത് കണ്ടിട്ടുണ്ടെങ്കിൽ കയ്പക വാങ്ങാൻ പറയില്ലേന്നു. ഞാനത് വിചാരിച്ചു. ഇനിയിപ്പോ അത് കൊഞ്ഞടിയാന്നുള്ളത് നിശ്ചയമില്ലല്ലോ. മുറിക്കട്ടെ. കത്തിരിക്ക വരുന്നുണ്ട്. ഇത് അവിടേക്കല്ല, ഇവിടെ അവിടുന്നൊക്കെ കമ്പടം പൊട്ടി ഉണ്ടാവുകയാണേ. അതന്നെയാണ് ഇങ്ങനെ ഈ കംച്ചം പൊട്ടുക. ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് ചവിട്ടി 10 കിലോ കഴിപ്പ ഇതുണ്ടല്ലോ. അയ്യോ, എല്ലാത്തിനും ഇങ്ങനെ പറയാണ് കേട്ടോ. ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ. വേണ്ട ഒരു ഓർഡർ ഇത് മുറിക്കുമ്പോ തന്നെ ഇതിന്റെ സ്മെല്ലാണ് ഇടയ്ക്ക്. നാടൻ തക്കാളി ഇനി അവിടെ ഉണ്ട്. പക്ഷെ എന്താ ആയതാ ഇപ്പൊ പഴുത്തില്ലേ, മഞ്ഞയാവണം. പിന്നെ വഴുതന ആയിട്ടില്ല കേട്ടോ. ഒന്നും കൂടി മാറട്ടെ, മൂത്ത് വെട്ടെ. കൊലായി നിക്കണ്ട്. സന്തോഷം എപ്പോഴും ഇത് ഉണ്ടായി കണ്ട അങ്ങനെ പറയും കേട്ടോ. ഒരുപാട് ഉണ്ടായി. അതാ അവിടെ കണ്ടുണ്ട്. അതൊക്കെ പിന്നെ നമ്മള് പുതിയ വഴുതന നമ്മൾ അപ്പുറത്ത് നമ്മള് കവറിന്ന് ഇങ്ങോട്ട് മാറ്റി വെച്ചാക്കുന്നു. അയ്യോ, ഈ വെണ്ട ഇനി നാളെ പറിച്ചാൽ നാളേക്ക്. നാളെ വെണ്ടയ്ക്കും തക്കാളി കറി വെക്കാം, സാമ്പാറാക്കാം. പച്ചക്കറി കൊടുക്കണ്ട്. കൊടുക്കും, ഉള്ളത് നമ്മള് കൊടുക്കും. നാളെ നമുക്ക് പറിക്കാൻ വേണ്ട. അങ്ങനെയുണ്ട് നാളേക്ക്. കൈപ്പങ്ങിയേക്കണു അമ്മ. എത്രങ്ങാനും കൊല നിക്കണ കോവക്കുണ്ട്. എവിടെ ഇവിടെ കൊല കൂടെ ഉണ്ടല്ലോ. അയ്യോ, പഴുത്തല്ലോ. വാടിയതാ. ഉണ്ടാക്കാൻ തോന്നും. ഇപ്പോൾ അംഗനവാടിയിൽ പണിയാട്ടത് കണ്ടില്ല. ചിത്രം വരെ തുടങ്ങിട്ടോ. ഇതെന്താ പറയാ, ഇത് മതി നമുക്ക് മറ്റേ എടുത്തേക്കാം. അതെടുക്കാം. ഇതായിക്കോട്ടെ നമ്മൾ അവിയലത്തെ താരം. കഷ്ണങ്ങളൊക്കെ മുറിച്ച് പാകാക്കട്ടെ കേട്ടോ. അവിയലുണ്ടായാൽ പിന്നെ നമുക്ക് വേറെ കറീൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. വേറെ ഉണ്ടാക്കില്ല. അപ്പോൾ ഇതാണ് ഇന്നേക്ക്. നാളേക്കൊക്കെ ഇതാണ്. പിന്നെ ഇനി നാളെ മറ്റന്നാളൊക്കെ നമുക്ക് ഇനി വിരുന്നുകാരുണ്ട് കേട്ടോ. വീഡിയോ കാണിക്കാൻ വേണ്ടിട്ടാണ്. ഇന്നലെ കമന്റ് ഉണ്ട്. അപ്പൊ നമ്മൾ കമന്റിന്റെ പിറകെ പോകല്ല. കമന്റ് പറയുകയാണെങ്കിൽ കുറെ ഉണ്ട്. അപ്പോൾ നമ്മള്
ഞാൻ രാവിലത്തെ ഡൈൻ മൈ ലൈഫ് എന്ന് പറയും പോലെ ഇപ്പൊ ഇന്നലെയൊക്കെ നമ്മളെ വീഡിയോ എടുക്കണം. കാരണം രാവിലെ നീച്ച ഉടനെ ഈ അടുക്കളയിൽ കയറിയിട്ടുള്ള പരിപാടിയാണ്. പക്ഷെ അതിൽ നമുക്ക് മൊത്തം ഒന്നും കാണിക്കാൻ പറ്റുകയെന്ന് വെച്ചാൽ ആരെക്കൊണ്ടും പറ്റൂല. നമ്മളെ ഡെയിലി കാര്യങ്ങൾ എന്നാലും നമ്മളെ കൊണ്ടാണ് പ്രകാരം നമ്മളെല്ലാം ചെയ്യുന്നുണ്ട്. ഈ 5 മണിക്ക് എണീറ്റിട്ട് ആദ്യം ഞങ്ങൾ നടക്കാൻ പോകുന്നുണ്ട് സ്കൂൾ ഗ്രൗണ്ടിലേക്ക്. അങ്ങനെ നടന്ന് വന്നിട്ടാണ് 1 മണിക്കൂർ നടക്കുള്ളൂ. 6 മണിക്ക് വന്നതിന്റെ ശേഷം പിന്നെ കുളിച്ചിട്ട് അടുക്കളയിൽ കയറി 7:30 അപ്പൂസിന് പോണത്. അത് കുറെ ആൾക്കാർക്ക് അറിയണ കാര്യമാണ്. 7:30 പോകുമ്പോഴേക്കിനും എന്ത് കമന്റ് അതല്ലേ. അപ്പൊ അവർക്ക് അറിയില്ല നമ്മൾ എന്തായി ചെയ്യണേന്ന്. അടിക്കണം തുടക്കണൊന്നും കാണില്ലല്ലോ. അത് രാത്രി മുന്നേ ഈ 7:30 അപ്പൂസ് പോയി. ഞങ്ങള് ചായ കുടിച്ച് സന്തോഷമായിട്ട് അതിന്റെ പുറകെ പോയിട്ടോ. അതല്ലേ ആ നേരം കൊണ്ട് നമ്മള് എന്താ ഇത്രയും പണികൾ ചെയ്തു. അടിക്കണം തുടക്കണം വീട് വൃത്തിയാക്കുന്നതും അപ്പൊ വീഡിയോയില് കാണാൻ വേണ്ടിയിട്ടാണ് ഈ കുളിച്ച് അമ്പലത്തിൽ പോണത് എന്നും കാണിക്കണേന്ന് ചോദ്യം. അപ്പൊ അതൊന്നും ഒരിക്കലും അല്ല. പണ്ടേ ഉള്ളതാണ് ഞങ്ങൾ ഈ കുളിച്ച് അമ്പലത്തിൽ പോണത്. പഴയ വീട്ടിൽ നിന്നേ ഉള്ളതാണ് കേട്ടോ. അപ്പൊ എന്താ ഇന്നിപ്പോ അതുകൊണ്ട് അറിയാൻ വേണ്ടിട്ട് പറഞ്ഞതാണ്. അതെന്താ വെച്ചാ തലേന്ന് പ്രാർത്ഥനയുടെ മുന്നേ വൈകിട്ട് വിളക്ക് വെക്കുമ്പോ അതിന്റെ മുന്നേ വീട് വൃത്തിയാക്കും. പിന്നെ അതിന്റെ ഇടയില് ഉച്ചയാവണതിന്റെ ഉള്ളിലായിട്ട് തുടക്കലൊക്കെ കഴിക്കുന്നുണ്ട്. രാവിലെ രാത്രി പിന്നെ തുടച്ച് കിടന്ന പിന്നെ രാവിലെ ക്ലീൻ ആക്കേണ്ട ആവശ്യമില്ല. എന്നാലും അടിച്ചു വാരുട്ടോ. നീച്ചോട്ടനെ അടിച്ചു വാരുന്നുണ്ട് ഇവിടെ. അതൊന്നും നമുക്ക് കറക്റ്റ് ആയിട്ട് വീഡിയോ കാണിക്കണേ. പിന്നെ അതേപോലെ മുറ്റടിക്കൽ തന്നെയല്ലേ ചോദിക്കുന്നുണ്ട്. ഈ ചുറ്റുഭാഗവും മരങ്ങളാവുമ്പോ ഏലം കംപ്ലീറ്റ് മുറ്റത്താ കിടക്കണേ. അപ്പൊ നമ്മൾ അടിച്ചിട്ട് കാര്യമല്ല. എന്നാലും അടിക്കുന്നുണ്ട്. പക്ഷെ അടിക്കൽ തന്നെയല്ലേ എല്ലാ ചോദ്യമാണ്. അതൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല ഞങ്ങള് കുളിക്കണതും അമ്പലത്തിൽ പോണതൊന്നും. അത് അപ്പൊ അത് അറിയാൻ വേണ്ടിട്ടായിരുന്നു. അപ്പൊ ഞങ്ങള് അവിയൽ എന്താ നമുക്ക് എന്തോ പറയാനുള്ള പോലെ അമ്മേരെ ചുമ കുറിയുണ്ട്. അമ്മേരെ വീട്ടിൽ നിന്ന് വീഡിയോ കാണിക്കാൻ വേണ്ടി കുറിട്ട ഞങ്ങള് ഫാമിലി മൊത്തം കുളിക്കാതെ കുറിയിടുന്ന ആൾക്കാർ. അപ്പൊ വീട്ടിന്ന് പിന്നെ വീട്ടില് കുളിച്ചപ്പോ കുറിണ്ട് അമ്പലത്തിലെ കുറി. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മളെ കാര്യങ്ങൾ കേട്ടോ. അതിനൊക്കെ വേണ്ടി നമ്മൾ വെറുതെ സമയം കഴിക്കണം. അതല്ല ഞാൻ എന്താ പറയണത്. കുളി അവനാന്റെ ശരീര ശുദ്ധിക്കാണ്. അതൊരാളും മണലൊക്കെ നമ്മളെ ഒരു ചട്ടി പച്ചക്കറിയായി വെന്ത് വരുമ്പോ അതിന്റെ പകുതിയേ ഉണ്ടാവുള്ളൂ കേട്ടോ. പൂച്ചനെ ഞാൻ പറഞ്ഞു വെജിറ്റേറിയൻ ആണെന്ന്. പൂച്ച നല്ല കട്ട് തിന്നേ. അപ്പൊ അതുകൊണ്ട് പൂച്ചനോട് കൊടുത്താലും പുറമെ അകത്ത് വന്നിട്ട് തിന്നു. മുരിങ്ങക്കായ, പയറ്, കയ്പ, ക്യാരറ്റ്, കായ, കുമ്പളം, ചേന, പിന്നെ കറുത്ത നമ്മളെന്നും കറി വെക്കണത് കാണിക്കുന്നൊരു സാധനം. കറുമൂസ അല്ലാതെ പറ്റില്ല കേട്ടോ. നമ്മൾ ഈ ചട്ടിയിലേ ഉരുളിച്ചട്ടി എടുത്തതാട്ടോ. എന്നാൽ പിന്നെ പരന്ന് കിടന്നോളൂ. നമുക്ക് ഇളക്കാനും ഒക്കെ പാകം ചെയ്യാനൊക്കെ പാകതല്ലേ. അത് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഈ പരന്ന പാത്രം തന്നെ എടുത്തത്. കയ്യൊക്കെ ചൊറിച്ചിലോട്ട് അടുപ്പത്ത് തന്നെ വെക്കട്ടെ കേട്ടോ. ഗ്യാസുമ്മൽ ചട്ടിക്ക് ശരിക്കും തീയാവില്ല. അപ്പോൾ ഓരോരുത്തരും ഓരോ പോലെ കേട്ടോ അവിയൽ വെക്കുക. ഞങ്ങൾ വെക്കുമ്പോൾ ഇതേപോലെ കുറച്ച് കളറ് കിട്ടിക്കോട്ടെ വിചാരിച്ച് കുറച്ച് മുളക് പൊടി ചേർക്കലുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് വെള്ളം ഈ പച്ചക്കറിയിൽ തന്നെ ഇറങ്ങും. അതുകൊണ്ട് വെള്ളം കൂടി പോകും വിചാരിച്ചിട്ട് കുറച്ച് വെള്ളം ഒന്ന് കുടഞ്ഞൊന്ന് കൊടുക്കാൻ മാത്രം കേട്ടോ. നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കുക. വേവിക്കുമ്പോഴേക്കും നമുക്ക് അരപ്പൊക്കെ റെഡിയാക്കി എടുക്കുക. ചൊറിയാൻ തുടങ്ങിയത് പൂച്ചയ്ക്ക് കാര്യം പിടിയിട്ടിട്ടില്ല അല്ലേ. അതിക്ക് കൂട്ട് വേണ്ടേ.
വെറും നാളികേരം നമ്മൾ ചതച്ച് കൊണ്ടുവന്നത്. അതിലേക്കുള്ള മുളകും കറിവേപ്പിലയും കൂടി കുത്തിയെടുക്കുക. മുളകൊന്ന് കുത്തി ശരിയാക്കിയിട്ട് കറിവേപ്പിലിടാം. നല്ല കണ്ണിക്ക് തെറിക്കണം, നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളെ കണ്ണല്ലേ, നമ്മൾ ശ്രദ്ധിക്കുക. ഇങ്ങനത്തെ തന്നെയാണ്. ഇങ്ങനത്തെ അതിന് ഇങ്ങനത്തെ കലല്ല, ചെറുക്കുറെ ഇരുമ്പിൻ്റെ കുറച്ചുകൂടി കട്ടി കുറഞ്ഞ കക്കൂസിനെ ഈ താളിപ്പുണ്ടാക്കി കൊടുക്കട്ടെ. ഓന് നമ്മളെ പോലെ അവിയൽ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്താൽ കറിയില്ലേ ചോദിക്കും. ചോറിൽ കുറച്ചിങ്ങനെ വെള്ളം കാണണം. ഇത് ഒരു താളിപ്പുണ്ടാക്കട്ടെ ചെറുതായിട്ട്. അപ്പം നമ്മളെ അവിയൽ ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നാളികേരമൊക്കെ കൂട്ടിക്കൊടുത്തു. തൈരും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. തൈര് ഒഴിക്കുന്നത് നമ്മൾക്കിതിൽ കാണിക്കാൻ പറ്റില്ല, മിസ്സായി പോയി. അത്യാവശ്യം വലിയൊരു പുളിയൊന്നുമില്ല, എന്നാലും ഏകദേശം പുളിയൊക്കെ ഉണ്ട്. കൂടുതൽ പുളി ആക്കി കൊടുക്കണില്ല, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ കണ്ടോ, ഇങ്ങനെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അതേപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മളെപ്പോൾ അവിയൽ വെച്ചാലും കുറച്ച് അതിന് ചാറുണ്ടാവുന്നുണ്ട് ഇല്ലേ അമ്മ? ഇത് ചാറൊന്നും ഇല്ലാതെയാണ് കേട്ടോ ആയത്. കണ്ടോ, അതായത് ഈ തൈര് ഇങ്ങനെ വെള്ളമില്ലാത്ത കൊണ്ടാണ് തോന്നുന്നുണ്ട്. അപ്പോൾ നാളികേരമാക്കി, നാളികേരത്തിൽ പച്ചമുളകും കറിവേപ്പിലയും കൂട്ടിയിട്ട് ചതച്ചതായിരുന്നു. പിന്നെ ലാസ്റ്റ് നമ്മളിതിന് മേലെ കുറച്ച് സാധാ വെളിച്ചെണ്ണ ഒന്ന് മേലാക്കി കൊടുത്തു. ഇനിയിപ്പോൾ ഇത് ഒന്നും ചെയ്യാല്ല, ഇത് നല്ലോണം ഒന്ന് അടച്ച് വെക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഉച്ചക്കത്തെ സ്പെഷ്യൽ. പിന്നെ ഇതിൻ്റെ ഒപ്പം നമ്മൾക്ക് കറി വേണമല്ലോ. കറി വേണം, നമുക്ക് നിർബന്ധമല്ല, പക്ഷേ നിർബന്ധം അപ്പൂസിനാണ്. അപ്പോൾ മുരിങ്ങാലും കൂടി ഉള്ളി ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഞാനൊന്ന് താളിച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളെ ഉച്ച വിശേഷം ഇത്രയേ ഉള്ളൂ. നമുക്കിനി നാളെ കാണാം. എല്ലാവർക്കും ബായ്.